ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക്നിക് മലയാളം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മിൻ്റെ ഏറ്റവും പുതിയ ടാബ്ലറ്റ് ആണ്. ഇത് റെഡ്മി നോട്ട് 15ൻ്റെ കൂടെ ലോഞ്ച് ചെയ്ത ടാബ്ലറ്റ് ആണ് റെഡ്മി പാഡ് 2 Pro 5G. അപ്പോൾ റെഡ്മി പാഡ് പ്രോ 5G കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു ടാബ്ലറ്റ് ആണ്. വളരെ സക്സസ്ഫുൾ ആയ ഒരു ടാബ്ലറ്റ് ആണ്. എന്നാൽ അതിൻ്റെ അപ്ഗ്രേഡഡ് വേർഷനാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് റെഡ്മി പാഡ് 2 Pro 5G. അതുകൂടാണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ രണ്ട് ആക്സസറീസ് ഉണ്ട്. റെഡ്മി പാഡ് 2 Pro കീബോർഡും അതേപോലെ തന്നെ റെഡ്മി സ്മാർട്ട് പെന്നും. ഈ ഒരു 3 പ്രൊഡക്റ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ റെഡ്മിൻ്റെ ഏറ്റവും പുതിയ ടാബ്ലറ്റ് സീരീസിലെ ഡിവൈസാണിത്. ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് 24,999 രൂപയാണ്. കാർഡ് ഓഫർ ഉണ്ട്, അതിൽ നമുക്ക് 22,999 രൂപയ്ക്ക് ഈ ഒരു ടാബ്ലറ്റ് കിട്ടുന്നതാണ്. 5G വേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 27,999 രൂപയാണ്. അതും കാർഡ് ഓഫർ 2,000 രൂപയുണ്ട്. അപ്പോൾ ഈ ഒരു ടാബ്ലറ്റിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് ആക്ച്വലി അൺബോക്സിങ് വീഡിയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിനകത്ത് ആകെ ചാർജറും കേബിളും മാത്രമേ ഉള്ളൂ. 33 watt ചാർജറും അതേപോലെ തന്നെ നമുക്ക് റെഡ്മി പാഡ് 2 Pro മാത്രമേ കിട്ടുന്നുള്ളൂ. എന്നാൽ നമ്മൾ വളരെ ക്വിക്കായ സ്പെക്സ് ഒന്ന് പറയാം. ഇതിനകത്ത് വരുന്നത് 12.1 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ്, 2.5K റെസൊല്യൂഷനിലെ ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 7S Gen 4 ആണ് ചിപ്പ് വരുന്നത്. ഡോൾബി വിഷനും ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടേഴ്സ് ആണ്. ക്വാഡ് സ്പീക്കേഴ്സ് ആണ്. 12,000 mAh ലാർജ് ബാറ്ററിയാണ് വരുന്നത്. 33 watt ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ബേസിക് സ്പെസിഫിക്കേഷൻ. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിങ്. നമുക്ക് റെഡ്മി സ്മാർട്ട് പെന്നുണ്ട്, അതിനൊപ്പം തന്നെ റെഡ്മിയുടെ സ്മാർട്ട് കീബോർഡ് ഉണ്ട്. ഈ കീബോർഡിൻ്റെ വില 3,999 രൂപയാണ്. അത് കവർ പ്ലസ് കീബോർഡാണ്. സ്മാർട്ട് പെന്നിൻ്റെ വിലയും 3,999 രൂപയാണ്. അതിനൊപ്പം തന്നെ നമുക്ക് ഒരു സ്മാർട്ട് കവർ ഉണ്ട്. കീബോർഡ് വേണമെങ്കിൽ കവർ മാത്രമായിട്ടുണ്ട്. അതിന് 1,499 രൂപയാണ് വില വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഹാർഡ്വെയർ ആസ്പെക്ട്സ്. അപ്പോൾ നമുക്കിനി ടാബ്ലറ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെഡ്മി പാഡ് 2 Pro എന്ന് പറഞ്ഞ ടാബ്ലറ്റ്. അപ്പോൾ നമുക്ക് നല്ല ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടല്ലേ, ഫ്രണ്ട് പാനൽ ഡിസൈൻ കാണാം. അത്യാവശ്യം മിനിമൽ ബെസൽസ് ഒക്കെ തന്നെയാണ് ഒരു ബഡ്ജറ്റ് ടാബ്ലറ്റിന് വേണ്ടി മിനിമൽ ബെസൽസ് ഒക്കെയാണ് വരുന്നത്. ഇനി ആക്ച്വലി ഇതിൻ്റെ തിക്നെസ് പറഞ്ഞാൽ 7.5 mm ആണ് തിക്നെസ് വരുന്നത്. അറൗണ്ട് 620 grams ആണ് വരുന്നത്. ഇവിടെ നമുക്കൊരു പാറ്റേൺ കാണാം, ഒരു ഫിനിഷ്ഡ് പാറ്റേൺ കാണാം. ഡ്യുവൽ പാറ്റേൺ ആണ്. മുകളിൽ ഒരു എന്താ പറയുക സ്ട്രൈപ്സ് ഒക്കെ ഉള്ള ഒരു പാറ്റേൺ ആണ്. താഴത്ത് നമുക്ക് മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. റെഡ്മി ബ്രാൻഡിങ് കാണാം. ഇവിടെ ക്യാമറയും LED ഫ്ലാഷും കാണാം. ഒരു 8 MP റിയറും 8 MP ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. ക്വാഡ് സ്പീക്കേഴ്സ് ആണ്. ഇവിടെ 2 സ്പീക്കേഴ്സ്, അതേപോലെ തന്നെ ഇവിടെയും 2 സ്പീക്കേഴ്സ്. അങ്ങനെ ക്വാഡ് സ്പീക്കേഴ്സ് ആണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടുണ്ട്. പിന്നെ ഇവിടെ വോളിയം കീസ്, മൈക്രോഫോൺ കാണാം. സിം ട്രേ ഇവിടെ ഉണ്ട്. സിം ട്രേ ആക്ച്വലി വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. ഡ്യുവൽ ഹൈബ്രിഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ ഡ്യുവൽ സ്ലോട്ട് വളരെ റെയർ ആയിട്ടാണ് വരാറ്, ഇല്ല എന്ന് പറയുന്നില്ല. എന്നാലും ഡ്യുവൽ ഹൈബ്രിഡ് സ്ലോട്ട്, അതായത് നമുക്ക് SD കാർഡ് സപ്പോർട്ട് കൊണ്ട് ഡ്യുവൽ 5G സ്ലോട്ടാണ് വരുന്നത്. ഞാനിപ്പോൾ ആക്ച്വലി 2 5G സിം കാർഡ് ഇട്ട് നോക്കി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 സിം കാർഡ് സ്ലോട്ട് നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഉണ്ടെന്നുള്ളത് മറ്റൊരു പ്രത്യേകത കൂടെയാണ്. അതുകൂടാണ്ട് USB Type-C പോർട്ടാണ് വരുന്നത്. ഈ ഭാഗത്ത് ഓപ്പണിങ്സ് സ്ലോട്ട്സ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ പവർ ബട്ടൺ ഈ സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓവറോൾ നല്ലൊരു ഡിസൈൻ ആൻഡ് ബിൽഡ് ക്വാളിറ്റിയുടെ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഒക്കെ നല്ലതാണ്. എനിക്ക് ഇൻഹാൻഡ് എക്സ്പീരിയൻസ് കുഴപ്പമില്ല, അത്രയ്ക്ക് ഒരു ഹെവി ഡിവൈസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഹാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. കാരണം കണ്ടില്ല, ഒരു കൈ കൊണ്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഇഷ്യൂസ് ഒന്നും എനിക്ക് തോന്നിയില്ല. തിക്നെസ് ആണെങ്കിലും വളരെ മിനിമലാണ്. 7.5 mm ആണ്. ഒരു എന്താ പറയുക എൻട്രി ലെവൽ, ഇത് ആക്ച്വലി അവിടെ എൻട്രി ലെവൽ ചിപ്പ് എന്താ പറയുക ടാബ്ലറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മിഡ് റേഞ്ച് ടാബ്ലറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടാബ്ലറ്റിന് വേണ്ട നല്ലൊരു ബിൽഡ് ക്വാളിറ്റി, ഫിറ്റ് ആൻഡ് ഫിനിഷ്, പിന്നെ ലാർജർ ബാറ്ററി ഉണ്ട് എന്നുള്ളത് മറ്റൊരു സവിശേഷത കൂടിയാണ്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് പോകാം. ഇതിൽ വരുന്നത് 12.1 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ്, ലാർജ് ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് ആണ്. ഇത് ഒബ്വിയസ്ലി LCD പാനലാണ്. അതേപോലെ തന്നെ 600 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വന്നിരിക്കുന്നത്. ടച്ച് റെസ്പോൺസ് ഒക്കെ വളരെ നല്ലതായിട്ടിരിക്കുന്നത്. നല്ല സ്മൂത്ത് എക്സ്പീരിയൻസ്, വീഡിയോസ് ഒക്കെ കാണാൻ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല കളേഴ്സും 1 billion കളേഴ്സാണ്. അത്യാവശ്യം നല്ല കളർ ആക്യുറസി ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഡോൾബി വിഷൻ സപ്പോർട്ടഡ് ആണ്. 1 billion കളേഴ്സും ഡോൾബി വിഷൻ സപ്പോർട്ടഡ് ആണ്. 2.5K റെസൊല്യൂഷൻ ആണ് വരുന്നത്. അപ്പോൾ ഓവറോൾ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാൻ നമുക്ക് വർക്കിനൊക്കെ നല്ല ഒരു ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ എന്നുള്ളതിൽ ഒരു സംശയമില്ല. അപ്പോൾ 25 രൂപേൻ്റെ താഴെ നമുക്ക് കിട്ടുന്ന നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ എന്നുള്ളതിൽ ഒരു സംശയവും പറയാനില്ല. അപ്പോൾ ഇതാണ് റെഡ്മി
പാഡ് 2 പ്രോ 5Gൻ്റെ ഡിസ്പ്ലേ ആസ്പെക്ട്. ഇനി സോഫ്റ്റ്വെയറിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് HyperOS 2.0 ആണ്. ആൻഡ്രോയിഡ് 15 ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് 16 കൊടുക്കാമായിരുന്നു. പ്രത്യേകിച്ച് 2016 ഇറങ്ങിയ ടാബ്ലറ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആൻഡ്രോയിഡ് 16 കൊടുക്കാമായിരുന്നു. അതിനൊപ്പം തന്നെ HyperOS 3.0 വരാമായിരുന്നു. എന്നാൽ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 5+7 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ്. അതായത് 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. അത് തീർച്ചയായും ഒരു അടിപൊളി ആസ്പെക്റ്റ് ആണ്. കാരണം ഇവൻ ഒരു വർഷം ആൻഡ്രോയിഡ് 16ലേക്ക് പോയാലും 4 വർഷം പിന്നെയും ബാക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 വർഷത്തേക്ക് നമുക്ക് അപ്ഡേറ്റ്സ് മിനിമം ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് കിട്ടും. പിന്നെ സെക്യൂരിറ്റി പാച്ചസ് 7 വർഷത്തേക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതൊരു എന്താ പറയുക, പ്രോബ്ലി ഫസ്റ്റ് ഇൻ സെഗ്മെന്റ് എന്നൊക്കെ വേണ്ടി പറയാം. 5+7 years ഓഫ് ആൻഡ്രോയിഡ് അപ്ഡേറ്റ്സ് ആണ് പ്രോമിസ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഷോമിൻ്റെ HyperOSൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഇൻ്റർ കണക്ടിവിറ്റി, ഫ്ലോട്ടിംഗ് വിൻഡോസ്, മൾട്ടി ടാസ്കിങ് ഓപ്ഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. നമുക്ക് അതിൽ ഒന്നും കോംപ്രമൈസ് ഒന്നുമില്ല. നല്ല ഇൻ്റർ കണക്ടിവിറ്റി ഓപ്ഷൻസ് ആണ്. അതായത് നമുക്ക് നമ്മുടെ ലാപ്ടോപ്പ്, ടാബ്ലറ്റ്, ഫോൺ എല്ലാം തന്നെ ഇൻ്റർ കണക്ടിവിറ്റി വഴി നമുക്ക് ആക്സസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ടാബ്ലറ്റ് ഇറങ്ങിയപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡായ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് കാണാൻ സാധിക്കും എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു ഫീച്ചർ എല്ലാം തന്നെയാണ്. പിന്നെ നമുക്ക് കീബോർഡും സ്റ്റൈലസും അറ്റാച്ച് ചെയ്യാം. അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. അതും കസ്റ്റമൈസ് ചെയ്യാനുള്ള ബേസിക് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ HyperOS കുഴപ്പമില്ല. എന്നാലും HyperOS 3.0 കൊടുക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഇനി പെർഫോമൻസിലേക്ക് വരുന്നത് സ്നാപ്ഡ്രാഗൺ 7S Gen 4 ആണ്. ഇത് റിലേറ്റീവ്ലി ന്യൂ ചിപ്പാണ്. കഴിഞ്ഞ വർഷം ലാസ്റ്റിൽ ഇറങ്ങിയ ഒരു ചിപ്പാണ്. അഗെയിൻ ആൻഡ്രോയിഡ് സ്കോർ എന്ന് പറഞ്ഞാൽ അറൗണ്ട് 8.5 ലക്ഷമൊക്കെയാണ് ആൻഡ്രോയിഡ് സ്കോർ വരുന്നത്. UFS 2.2 LPDDR4X റാമാണ് വരുന്നത്. ഇനി പെർഫോമൻസ് കാര്യം പറയുമ്പോൾ ഡേ ടു ഡേ ടാസ്ക് ഒക്കെ വളരെ സ്മൂത്ത് ആയിട്ട് എനിക്ക് തോന്നി. ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. ഞാൻ ആക്ച്വലി ബ്രൗസറും ബാക്കി ആപ്സും ഒക്കെ തന്നെ മൾട്ടി ടാസ്കിങ് ചെയ്യൊക്കെ ഉണ്ടായി. മൾട്ടിപ്പിൾ ടാബ്സ് ഓപ്പൺ ചെയ്തു. അതേപോലെ വേർഡ്, പവർ പോയിന്റ് ഒക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ വളരെ നല്ല ഒരു യൂസ്ഫുൾ ടാബായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് കീബോർഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ടൈപ്പും ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചർ. പിന്നെ നമുക്ക് AI ടൂൾസൊക്കെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ പെർഫോമൻസിനകത്ത് എനിക്ക് തോന്നുന്നു ലാഗോ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പക്ഷേ ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ടാബ്ലറ്റ് ആണോ ചോദിച്ചാൽ പ്രോബ്ലി അല്ല എന്ന് പറയാം. ഗെയിമിംഗ് ചെയ്യാം, പക്ഷേ എന്നാലും ഇതൊരു ഗെയിമിംഗ് സെൻട്രിക് ടാബ്ലറ്റ് അല്ല. ഇത് പ്രോബ്ലി ഒരു പ്രൊഡക്ടിവിറ്റി ബേസ്ഡ് അല്ലെങ്കിൽ മൾട്ടിമീഡിയ ബേസ്ഡ് ടാബ്ലറ്റ് ആണെന്ന് ഡെഫിനറ്റ്ലി പറയാൻ സാധിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നല്ല ഓഡിയോ എക്സ്പീരിയൻസ് ആണ്. ക്വാഡ് സ്പീക്കേഴ്സ് ആണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും അവൈലബിൾ ആണ്. അതുകൂടാതെ നമുക്ക് എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. ഞാൻ എയർടെല്ലാണ് ആക്ച്വലി ടെസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്തില്ല. അപ്പം പെർഫോമൻസിൻ്റെ കാര്യത്തിൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് കാഴ്ചവെക്കുന്നത്. ഇനി ക്യാമറയിലോട്ട് പോകാം. 8 മെഗാപിക്സൽ റിയർ, 8 മെഗാപിക്സൽ ഫ്രണ്ട്. അഗെയിൻ ടാബ്ലറ്റ് നമ്മൾ ഒബ്വിയസ്ലി ഒരു ക്യാമറയ്ക്ക് വേണ്ടി സാധാരണ യൂസ് ചെയ്യാറില്ലല്ലോ. നമ്മൾ വീഡിയോ റെക്കോർഡിങ് അല്ലെങ്കിൽ വീഡിയോ കോൾസ് അറ്റൻഡ് ചെയ്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിനുവേണ്ടി എനിക്ക് ഒന്ന് ഡീസൻറ്റ് ക്യാമറ ക്വാളിറ്റിയാണ് വരുന്നത്. 8 മെഗാപിക്സൽ ഒരു ഡീസൻറ്റ് എക്സ്പീരിയൻസ് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കൂടി കാണാം. അപ്പോൾ ഇത് വെച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എത്രത്തോളം നല്ലതാണ് ഇതിൻ്റെ ക്യാമറ എക്സ്പീരിയൻസ് ഉള്ളത്. 8+8 മെഗാപിക്സലാണ്. 1080p റെസൊല്യൂഷനാണ് ഇതിൻ്റെ മാക്സിമം വീഡിയോ സപ്പോർട്ട് അവൈലബിൾ ആവുന്നത്. ഇതാണ് റെഡ്മി പാഡ് 2 പ്രോൻ്റെ സെൽഫി ക്യാമറയിൽ നിന്നെടുത്ത സാമ്പിൾ. ഇനി ബാറ്ററിയിലേക്ക് വരുമ്പോൾ 12,000 mAh ബാറ്ററി. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റിംഗ് ആസ്പെക്ട്. 33 വാട്ട് ചാർജിങ്, 12,000 mAh ബാറ്ററി ഡെഫിനറ്റ്ലി ഒരു നല്ല കപ്പാസിറ്റി ബാറ്ററി. അതിനൊപ്പം തന്നെ നല്ലൊരു ബാറ്ററി ലൈഫ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സൂപ്പർ ബാറ്ററി ലൈഫ് എന്ന് പറയുന്നതിൽ ഒരു സംശയമില്ല. അടിപൊളി ബാറ്ററി ലൈഫാണ് റെഡ്മി പാഡ് 2 പ്രോ ഓഫർ ചെയ്തിരിക്കുന്നത്. 33 വാട്ട് ചാർജിങ് ഒബ്വിയസ്ലി ഓവർനൈറ്റ് ചാർജ് ചെയ്യേണ്ടി വരും. കാരണം അത്രയ്ക്കൊരു ഫാസ്റ്റ് അല്ല, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ചാർജിങ് സ്പീഡാണ് വരുന്നത്. അപ്പോൾ ബാറ്ററി ലൈഫ് ഡെഫിനറ്റ്ലി നല്ലതാണെന്ന് പറയാൻ പറ്റും റെഡ്മി പാഡ് 2 പ്രോൻ്റെ. അപ്പോൾ ഇതായിരുന്നു റെഡ്മി പാഡ് 2 പ്രോൻ്റെ ഒരു ബേസിക് അൺബോക്സിങ്ങും അല്ലെങ്കിൽ അൺബോക്സിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓവറോൾ എനിക്ക് തോന്നുന്നത് നല്ലൊരു ടാബ്ലറ്റാണ്. 5G ഒക്കെ വേണ്ടവർക്ക് നല്ലൊരു ടാബ്ലറ്റാണ്. പ്രത്യേകിച്ച് ട്രാവലൊക്കെ ചെയ്യുന്നവർക്ക് നല്ലൊരു യൂസ്ഫുൾ ടാബ്ലറ്റാണ്. 8128, 8256 ആണ് വേരിയൻറ്റ് വരുന്നത്. SD കാർഡ് സപ്പോർട്ടും അവൈലബിൾ ആണ്. ഇനി ഇതിൻ്റെ കീബോർഡ് ആക്സസറിയും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കീബോർഡ്. അതുണ്ടല്ലേ റെഡ്മിൻ്റെ കീബോർഡ്. അപ്പോൾ നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്ത് നല്ല രീതിയിൽ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ സാധിക്കും. വളരെ നല്ലൊരു മെറ്റീരിയൽ ഫിനിഷാണ്. അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുണ്ടല്ലേ ഇങ്ങനെ വെച്ച് നമുക്ക് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർക്ക് എല്ലാം ചെയ്യാവുന്നതാണ്. ഇതുണ്ടല്ലേ ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു മാഗ്നറ്റിക് മെക്കാനിസം ഉണ്ട്. അത് വെച്ചിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാവുന്നത്. അപ്പോൾ ഇതുണ്ടല്ലേ
ഇതാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം. നമ്മൾ ഫോൾഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വെക്കാവുന്നതാണ്. കീബോർഡ് ആക്ച്വലി വളരെ നല്ല ഒരു കീബോർഡാണ് കേട്ടോ. നല്ല ഒരു ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ്. ടൈപ്പ് ചെയ്യുമ്പോൾ നല്ല ഒരു ഫീഡ്ബാക്ക് ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. പിന്നെ പെൻ ഇൻപുട്ട് ആണെങ്കിലും നല്ല ഒരു പെൻ ഇൻപുട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം നമുക്ക് സ്ക്രീൻഷോട്ട് അനോട്ടേറ്റ് ചെയ്യാനും അതേപോലെ ഡ്രോയിങ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യാവുന്ന ഒരു നല്ല ഒരു പെന്നായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ രണ്ടും തന്നെ നല്ല അഡീഷണൽ ആക്സസറിയാണ്. കീബോർഡ് എനിക്ക് തോന്നുന്നു ഒരുപാട് ടൈപ്പൊക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു ആക്സസറിയാണ്. നല്ല രീതിയിൽ നമുക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു പൊസിഷനിൽ നമുക്ക് ഈ ടാബ് നമുക്ക് വെച്ചിട്ട് ലാപ്ടോപ്പിന് പകരമായി നമുക്ക് യൂസ് ചെയ്യാവുന്ന നല്ലൊരു പ്രൊഡക്ടിവിറ്റി ടൂളാണ്. അതേപോലെ സ്കെച്ചൊക്കെ ചെയ്യുന്നവർക്ക് ആ ഒരു പെൻ ഇൻപുട്ടും വളരെ നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ 2 ആക്സസറിയാണ് അവൈലബിൾ ആണ്. ഇൻഫാക്ട് 3 ആക്സസറീസിൻ്റെ ഒരു കവറും കൂടി വരുന്നുണ്ട്. ഇൻഫാക്ട് കീബോർഡ് വേണമെങ്കിൽ കവറും കൂടി നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന. അപ്പോൾ ഈ കീബോർഡ് വാങ്ങുകയാണെങ്കിൽ അതന്നെ ഒരു കവറായിട്ട് നമുക്ക് കൊണ്ടു നടക്കാവുന്നതാണ്ടല്ലേ. ഒരു കവറായിട്ട് തന്നെ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു കവറാണ്, നല്ലൊരു മെറ്റീരിയൽ ഫിനിഷായിട്ട് ഇത് ഓഫർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതായിരുന്നു റെഡ്മി പാഡ് 2 പ്രോൻ്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഈ ടാബ്ലറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനായി സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ യു നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.